ഈ മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൃതദേഹം കണ്ടെത്തിയത് രക്തം വാർന്ന നിലയിൽ. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ. ഒരാൾ കസ്റ്റഡിയിലെന്ന് സൂചന. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനയോടെ ലോകം. പൊതുദർശനം നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. സംസ്കാരം ഞായറാഴ്ചയ്ക്കകം. മടക്കം പോപ്പിന്റെ ആഗ്രഹപ്രകാരം ലളിതമായ ചടങ്ങുകളോടെ കർദിനാൾമാരുടെ യോഗം വത്തിക്കാനിൽ. ഇന്ത്യയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. മുൻ MLA PV അൻവറിനെ ഒപ്പം നിർത്താൻ നീക്കം. കോൺഗ്രസ് നേതാക്കൾ നാളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. മുനമ്പത്ത് അർഹരായ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുമെന്ന റവന്യൂ മന്ത്രി. യഥാർത്ഥ ഭൂവുടമകളും അവകാശികളും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് K. രാജൻ. കോഴിക്കോട് ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി KV തോമസ്. ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു ലഭിച്ചതായി ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മലപ്പുറത്ത് 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. പോക്സോ കേസിൽ പിടിയിലായത് കല്ലടിക്കോട് സ്വദേശി സത്യഭാമ. വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങി. പീഡനം ഭർത്താവിന്റെ അറിവോടെയെന്നും കണ്ടെത്തൽ. ഭർത്താവ് സാബിക്കിനായി അന്വേഷണം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ DGPക്ക് പരാതി നൽകാൻ പെൺകുട്ടിയുടെ കുടുംബം. പെൺകുട്ടിയുടെ മരണത്തിൽ സുഗാന്തിന് പങ്കുണ്ടെന്ന ആരോപണം. ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാവാതെ പോലീസ്. കോഴിക്കോട് ബസ്സിൽ സഹയാത്രക്കാരന് നേരെ ബസ് ഡ്രൈവറുടെ ഗുണ്ടായിസം. അക്രമം. മാങ്കാവ് സ്വദേശി നിഷാദിന് നേരെ. പ്രതിയും ബസ് ഡ്രൈവറുമായ റംഷാദ് കസബ പോലീസിന്റെ പിടിയിൽ. അക്രമ കാരണം തോളിൽ കൈവച്ചതിനെ തുടർന്നുള്ള തർക്കമെന്ന നിഗമനം. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച വിധി കേരളത്തിന് ബാധകമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. വിധി ബാധകമാക്കണമെന്ന് കേരളം. കേരളത്തിന്റെ ഹർജി തമിഴ്നാടിന്റേതിൽ നിന്ന് വ്യത്യസ്തമെന്ന് കേന്ദ്രം. കേസ് മെയ് 6-ന് വീണ്ടും പരിഗണിക്കും. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 2200 രൂപ വർദ്ധിച്ച് ആദ്യമായി 74,000 കടന്നു. ഗ്രാമിന് 275 രൂപ കൂടി 9290 രൂപയിലെത്തി. IPL-ൽ ഇന്ന് ലക്നൌ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30-ക്ക് ലക്നൌ ഏകന സ്റ്റേഡിയത്തിൽ. ജയത്തോടെ പോയിന്റ് നിലനിർത്താൻ ടീമുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന്